Hello everyone. അപ്പോൾ നമ്മൾ നോക്കുന്നത് ക്യുഎറ്റ് എക്സാം ബേസ്ഡ് ആയിട്ട് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കുറച്ച് ഇക്വേഷൻസ് നമുക്ക് തരും, അതായത് 3 വേരിയബിൾസ് ഉള്ള 3 ഇക്വേഷൻസ് അല്ലെ 3 ഇക്വേഷൻസ് വിത്ത് 3 വേരിയബിൾസ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ വേരിയബിൾസ് ഉള്ള 3 ഇക്വേഷൻസ് തന്നിട്ട് നമുക്ക് ആ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, സൊല്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആണോ, ഇൻകൺസിസ്റ്റന്റ് ആണോ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ അതിനുള്ളത്, യൂണിക് സൊല്യൂഷൻ ആണോ ഉള്ളത്, നോ സൊല്യൂഷൻ ആണോ, ഇങ്ങനെയുള്ള കേസിലൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ് എന്ത് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സോ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേരിയബിൾസിന്റെ പവേഴ്സ് എല്ലാം 1 ആയിരിക്കും അല്ലെ, എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ എല്ലാം 1 ആയിരിക്കും. സോ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് 3 ഇക്വേഷൻസ് വിത്ത് 3 വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ആ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനപ്പോൾ അത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് എഴുതുകയാണ് കേട്ടോ. ഓക്കെ, ഇഫ് എ സിസ്റ്റം ഹാസ് സൊല്യൂഷൻ, ഓക്കെ, ഇഫ് എ സിസ്റ്റം ഹാസ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സിസ്റ്റം എന്താണ്, കൺസിസ്റ്റന്റ് ആയിരിക്കും അല്ലെ, കൺസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി സിസ്റ്റം എപ്പോഴാണ് ഇൻകൺസിസ്റ്റന്റ് ആവുന്നത്, സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ലാത്ത കേസ് അല്ലേ. അപ്പോൾ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്, 2 സൊല്യൂഷൻസ് വരും. ഒന്ന് എന്താണ്, യുണീക്ക് സൊല്യൂഷൻ അല്ലേ, യുണീക്ക് സൊല്യൂഷൻ വരും. അതുപോലെ തന്നെ എന്താണ്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ അല്ലെ, ഇൻഫൈനൈറ്റ്ലി സൊല്യൂഷൻസ് ഉണ്ട്, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻസും നമുക്ക് വരും അല്ലെ. റെഡി അല്ലേ, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയും. സോ ഈ 2 കേസിൽ എന്താണ് നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്. സോ സിസ്റ്റം എപ്പോഴാണ് ഇൻകൺസിസ്റ്റന്റ് ആകുന്നത്, സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ലെങ്കിൽ, സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, സിസ്റ്റം എന്ന് പറഞ്ഞ് ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, റെഡി ആണല്ലോ മക്കളെ, ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും സിസ്റ്റം. സോ ഇതാണ് ബേസിക് നോളജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 ഇക്വേഷൻസ് വെച്ച് നമുക്ക് തരും അല്ലെ, 3 വേരിയബിൾസ് ഉള്ള 3 ഇക്വേഷൻസ് നമുക്ക് തരും. സോ ഈ കേസിൽ നമുക്ക് എങ്ങനെയാണ് സിസ്റ്റം കൺസിസ്റ്റന്റ്, എങ്ങനെയാണ് സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ്, അല്ലെങ്കിൽ യുണീക് സൊല്യൂഷൻ എന്താണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്താണ്, നോ സൊല്യൂഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് എന്താ, ക്രാമേഴ്സ് റൂള്. ഓക്കെ, എന്ത് റൂളാണ്, ക്രാമേഴ്സ് റൂള്. അപ്പം ക്രാമേഴ്സ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സിസ്റ്റത്തിന്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതിന് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1. ദെൻ അതുപോലെ a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2. ദെൻ a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3. ഇങ്ങനെയാണ് നമ്മുടെ 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ, അതാണ് ഇപ്പം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് പറയുമ്പോൾ 3 ഇക്വേഷൻസ് വന്നിരിക്കുകയാണ് അല്ലേ. സോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, സോ അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, അത് നിങ്ങളോട് പറയുകയാണ്. ഫസ്റ്റ് കേസ് എന്താണ്, യുണീക്ക് സൊല്യൂഷൻ ആണ്. ഓക്കെ, യുണീക്ക് സൊല്യൂഷൻ ആണ് ആദ്യം നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ വരണം എന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനകത്തെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഉണ്ടാക്കണം നമ്മൾ. ഓക്കെ, കോഎഫിഷ്യന്റ് മെട്രിക്സ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും, എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും കോഎഫിഷ്യന്റുകൾ എന്തൊക്കെയാണ്, a1 b1 c1. ഇവിടെയോ a2 b2 c2. ഇവിടെയോ a3 b3 c3. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം കോഎഫിഷ്യന്റ് മെട്രിക്സ് ഞാൻ ഉണ്ടാക്കുകയാണ്. സോ a1 b1 c1, a2 b2 c2, then a3 b3 c3. സോ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഞാൻ d എന്ന് കൊടുക്കുന്നു. ഓക്കെ, കോഎഫിഷ്യന്റ് മെട്രിക്സ് ഞാൻ d എന്ന് കൊടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇനി കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതി കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് വേണ്ടതാണ് യുണീക് സൊല്യൂഷന്റെ കണ്ടീഷനാണ് വേണ്ടത്. യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും വാല്യൂസ് നമുക്ക് കിട്ടണം യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ. അത് നമ്മൾ എങ്ങനെ ചെയ്യും, അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ എന്തായിരിക്കണം, നിങ്ങൾക്ക് നോൺ സീറോ ആയിരിക്കണം. ഓക്കെ, കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡി ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ ഈ മെട്രിക്സിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്താൽ അത് 0 കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അത് അടുത്ത കേസ് ഞാൻ പറയാം. ഇത് 0 കിട്ടാൻ പാടില്ല, യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ അത് 0 കിട്ടാൻ പാടില്ല. റെഡി അല്ലേ, ഏതെങ്കിലും 2 എന്നോ 3 എന്നോ വാല്യൂ കിട്ടിയാൽ സിസ്റ്റത്തിന് എന്തുണ്ട്, യുണീക് സൊല്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. റെഡി, ഇനി നമുക്ക്
എങ്ങനെ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് എക്സിൻ്റെയും വൈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ ഇസഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. അവർക്ക് 3 പേർക്കും പർട്ടിക്കുലർ വാല്യൂസ് ഉണ്ടാകും അല്ലേ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇനി യുണീക് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് നിന്ന് D1 D2 D3 എന്ന് പറഞ്ഞ 3 മെട്രിക്സുകളും കൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സോ എന്താണ് D1, എന്താണ് D2, എന്താണ് D3 എന്നാണ് ഞാൻ പറയുന്നത്. സോ D1 എന്ന് പറയുന്ന മെട്രിക്സ് എന്താണെന്ന് അറിയാമോ മക്കളെ? D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിനകത്തെ ഫസ്റ്റ് കോളത്തിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? ഇവിടെയുള്ള കോൺസ്റ്റന്റ് വാല്യൂ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ബാക്കി 2 കോളം സെയിം ആയി അതുപോലെ തന്നെ നമ്മൾ എഴുതണം. സോ ഫസ്റ്റ് കോളത്തിന് നമ്മൾ മാറ്റി നമ്മൾ D1 D2 D3 എന്ന് കൊടുത്തു. ദെൻ ഇവിടെ സെക്കൻഡ് കോളത്തിലെ B1 B2 B3 അതേപോലെ തന്നെ ഇവിടുത്തെ C1 C2 C3 അതേപോലെ തന്നെ. സോ ഇതാണ് D1 എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇനി നമുക്ക് D2 എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതാം. D2 എന്ന് പറഞ്ഞ മെട്രിക്സ് എങ്ങനെ എഴുതും? ഫസ്റ്റ് കോളം തേർഡ് കോളത്തിന് ഒരു വ്യത്യാസവും ഇല്ല. സെക്കൻഡ് കോളം നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? ഇത് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം. സോ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? A1 A2 A3 D1 D2 D3 നെക്സ്റ്റ് ഇതിനൊരു വ്യത്യാസവും ഇല്ല C1 C2 C3. സോ ഇനി നമ്മൾ അടുത്ത് എന്താണ് D3 എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുവാണ്. D3 എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതും? തേർഡ് കോളം മാത്രം നമ്മൾ D1 D2 D3 വെച്ച് റീപ്ലേസ് ചെയ്യണം. സ്മോൾ ലെറ്റർ D1 D2 D3 വാല്യൂസ് അല്ലേ. അപ്പം A1 A2 A3 B1 B2 B3 ഇത് D1 D2 D3. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? റെഡി. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചേക്കുകയാണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്താ വേണ്ടത്? നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് D1 കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് D2 കണ്ടുപിടിക്കണം, അതേപോലെ ഡിറ്റർമിനന്റ് ഓഫ് D3യും കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ 3 മെട്രിക്സുകൾ എന്ത് ചെയ്താൽ മതി? ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി അതിൻ്റെ. സോ അങ്ങനെ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് D1 ഡിറ്റർമിനന്റ് ഓഫ് D2 ഡിറ്റർമിനന്റ് ഓഫ് D3 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സും വൈയും ഇസഡും എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് D1 ഡിവൈഡ് ബൈ D ചെയ്താൽ നമുക്ക് നമ്മളുടെ ED അല്ലെ, ED ചെയ്തപ്പോൾ ഒരു വാല്യൂ കിട്ടണമല്ലോ. നോട്ട് ഈക്വൽ ടു 0 കിട്ടിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ അല്ലേ. സോ അത് ഡിവൈഡ് ബൈ ചെയ്ത് നമുക്ക് എക്സ് കിട്ടും. വൈ വേണമെങ്കിൽ എന്ത് വേണം? D2 എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഡിവൈഡ് ബൈ D വേണം. ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? D3 ഡിവൈഡ് ബൈ D ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇസഡും കിട്ടും. റെഡി ആണല്ലോ. സോ ഇങ്ങനെയാണ് നമ്മൾ യുണീക് സൊല്യൂഷന്റെ കേസ് ചെയ്യുന്നത്. സോ യുണീക് സൊല്യൂഷൻ വരുമ്പോൾ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റത്തിന് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസിന് ഓരോ യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുകയും ചെയ്യും. സോ സിസ്റ്റം എന്താണ്? യുണീക്ക് ആണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. സോ ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഇനി ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് കേട്ടോ. എന്താണ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ കേട്ടോ. മെനി സൊല്യൂഷന്റെ കേസാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. റെഡി ആണല്ലോ മക്കളെ. സോ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഡിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താവണം? 0 ആവണം. അതേപോലെ തന്നെ D1 D2 D3 എന്ന് നമ്മൾ എടുത്തിട്ടുള്ള ആ ഓരോ മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് വാല്യൂസ് എന്ത് തന്നെ ആവണം? 0 ആവണം. സോ ഇതാണ് നമ്മുടെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയുന്ന കേസിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. റെഡി ആണല്ലോ. ഇതാണ് ഇൻഫിനിറ്റ്. ഇനി നമുക്ക് അടുത്ത ഒരു കേസും കൂടി എന്താണ്? നോ സൊല്യൂഷൻ. ഓക്കെ, നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ വരുമ്പോൾ സിസ്റ്റം എന്താണ്? ഇൻകൺസിസ്റ്റന്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. നോ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താ? ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് കോഎഫിഷ്യന്റ് മെട്രിക്സ് 0 ആയിരിക്കണം. അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് D1 ഓർ ഡിറ്റർമിനന്റ് ഓഫ് D2 ഓർ ഡിറ്റർമിനന്റ് ഓഫ് D3 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റ്ലീസ്റ്റ്, ഓക്കെ, എന്താണ്? അറ്റ്ലീസ്റ്റ് എനി വൺ ഓഫ് ദം, ഓക്കെ, എനി വൺ ഓഫ് ദം എന്താവണം? നോൺ സീറോ ആയിരിക്കണം. അതായത് ചിലപ്പോൾ ഡിറ്റർമിനന്റ് D1 0 ആയിരിക്കും, ചിലപ്പോൾ ഡിറ്റർമിനന്റ് D2 0 ആയിരിക്കും, ഡിറ്റർമിനന്റ് D3 എന്താവത്തില്ല? 0 ആവത്തില്ല. ഓക്കെ, ചിലപ്പോൾ ഇത് 0യും ഇത് 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഇത് 0 ആവത്തില്ല. ചിലപ്പോൾ D2 D3 0 ആയിരിക്കും, ഇത് ചിലപ്പോൾ 0 ആവത്തില്ല. അല്ലെങ്കിൽ D1 D2 ചിലപ്പോൾ 0 ആവത്തില്ല, ഇത് 0 ആവും. അപ്പം ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എന്താണ്? നോൺ സീറോ. ഡിറ്റർമിനന്റ് 0 ആകുകയും ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആണെങ്കിൽ എന്താണ്? നോ സൊല്യൂഷൻ ആയിരിക്കണം. മുഴുവൻ 0 ആണെങ്കിൽ എന്തായിരിക്കും? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. സോ ഇതാണ് എന്ത്? നമ്മളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പം നോക്കിക്കേ, ഇങ്ങനെയായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. നോക്ക് മക്കളെ,
സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 3 ഇക്വേഷൻസ് ആണ്. ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻസ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഹാസ് നോ സൊല്യൂഷൻ. അതിനെന്താണ്? സൊല്യൂഷൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഡിറ്റർമിന്റ് കോഎഫിഷ്യന്റ് ഓഫ് മെട്രിക്സിന്റെ ഡിറ്റർമിന്റ് വാല്യൂ 0 ആയിരിക്കും. അതുപോലെ D1, D2, D3 ഈ 3 എണ്ണത്തിന്റെ ഡിറ്റർമിന്റ് വാല്യൂ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് എനി വൺ ഓഫ് ദം ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? 0. അറ്റ്ലീസ്റ്റ് എനി വൺ ഓഫ് ദം അല്ലേ? അത് നമുക്കറിയാം. സോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ഉത്തരം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കാം. റെഡി അല്ലേ മക്കളെ? സോ കോഎഫിഷ്യന്റ് മെട്രിക്സ് സാർ എഴുതാൻ പോവാണ്. എന്താ നമ്മുടെ ഇവിടുത്തെ കോഎഫിഷ്യന്റ് മെട്രിക്സ്? ഡി എഴുതുവാണ് നമ്മൾ. ഡി എന്താ? 1 1 1 1 2 5 1 5 ലാംഡ അല്ലേ? ഓക്കെ. സോ അപ്പോൾ നമുക്ക് എഴുതാം 1 1 1 1 2 5 1 5 ലാംഡ. സോ ഇതാണ് നമ്മളുടെ ഡി. സോ ഈ ഡി എന്താവണം? 0 ആവണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റംസിന് നോ സൊല്യൂഷൻ ആണെങ്കിൽ. സോ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താലോ? സോ അപ്പോൾ ഡിറ്റർമിനന്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? 2 ലാംഡ മൈനസ് 25 അല്ലേ? സോ 1 ഇൻറ്റു 2 ലാംഡ മൈനസ് 25 മൈനസ് ഡിറ്റർമിനന്റ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ലാംഡ മൈനസ് 5 പ്ലസ് 1 ഇൻറ്റു 5 മൈനസ് 2. റെഡി? ദിസ് ഇസ് ഈക്വൽ ടു 0. ഇത് 0 ഈക്വൽ ആണ്. ദെൻ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഡ മൈനസ് 17 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇവിടുന്ന് ലാംഡയുടെ വാല്യൂ നിങ്ങൾക്ക് 17 കിട്ടും. റെഡി അല്ലേ? സോ ലാംഡ എന്താവണം? 17 ആയാലേ എന്താവത്തുള്ളൂ? ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആവുള്ളൂ. സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ ലാംഡ ഈക്വൽ ടു 17, ലാംഡ നോട്ട് ഈക്വൽ ടു 17, ലാംഡ ഈക്വൽ ടു 15, ലാംഡ ഈക്വൽ ടു 17. അപ്പോൾ ലാംഡ ഈക്വൽ ടു 17 ആവണം അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? ഓപ്ഷൻ ബിയും അല്ല, ഓപ്ഷൻ സിയും അല്ല. ഒന്നെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും? ഓപ്ഷൻ ഡി ആണോ എ ആണോ എന്നുള്ളത്? സോ നമ്മൾ അടുത്ത കണ്ടീഷനും കൂടെ നോക്കണം. എന്താണ് നോ സൊല്യൂഷൻ? D1, D2, D3 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണ്? നോൺ സീറോ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ നിങ്ങൾക്ക് D1 വേണമെങ്കിൽ എടുക്കാം, D2 വേണമെങ്കിൽ എടുക്കാം, D3 എടുക്കാം. നിങ്ങൾ D1 എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്തേനെ? D1 എടുക്കുകയാണെങ്കിൽ 6 9 മ്യൂ വെച്ച് എന്ത് ചെയ്യണം? ഇവനെ നിങ്ങൾ റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് ലാംഡയ്ക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂ ഇവിടെ എന്ത് കൊടുക്കണം? 17 കൊടുത്തിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ്. ഓക്കെ. ദെൻ D2 നോട്ട് ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. D2 എടുക്കുമ്പോൾ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവനെ വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. എന്നിട്ട് ലാംഡയ്ക്ക് 17 കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്താൽ സോൾവ് ചെയ്താൽ മതി. ഇനി ലാംഡയുടെ വാല്യൂ സെപ്പറേറ്റ് കൊടുക്കേണ്ട നമുക്ക് എന്ത് ചെയ്യാം? D3 എടുക്കുകയാണെങ്കിൽ ഈ കോളത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് അവിടുന്ന് മ്യൂവിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? സിമ്പിളായിട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം? D3 നമുക്ക് എടുക്കാം. സോ D3 ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ D3 എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരിക്കും നമ്മൾ എഴുതുന്നത്? D3 എന്ന് പറയുമ്പം 1 1 1 1 2 5 1 1 1 1 2 5 ദെൻ അവിടെ എന്താ വരുന്നത്? 6 9 മ്യൂ ആയിരിക്കും വരുന്നത് അല്ലേ? 6 9 മ്യൂ. അത് തേർഡ് കോളത്തിന് നമ്മൾ റീപ്ലേസ് ചെയ്ത കോൺസ്റ്റൻസ് വെച്ച്. സോ അപ്പോൾ നമുക്കറിയാം D3 എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് D3 നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എടുക്കാനായിട്ട് പോകുന്നത്. അറ്റ്ലീസ്റ്റ് എനി വൺ ഓഫ് ദം ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നല്ല. അപ്പോൾ നമുക്ക് D1 നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കാം, D2 നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കാം, D3 നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം. സോ ഞാൻ ഇവിടെ D3 നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കും. സോ ഇതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യുകയാണ്. സോ 1 ഇൻറ്റു 2 മ്യൂ മൈനസ് 45 മൈനസ് 1 ഇൻറ്റു മ്യൂ മൈനസ് 9 പ്ലസ് 6 ഇൻറ്റു നമുക്ക് 3 വരും. 5 മൈനസ് 2 3 വരും. നോട്ട് ഈക്വൽ ടു 0 വരും. മക്കളെ നെക്സ്റ്റ് ഇനി ഇത് സോൾവ് ചെയ്യണം. സോ 2 മ്യൂ മൈനസ് 45 മൈനസ് മ്യൂ പ്ലസ് 9 പ്ലസ് 18 നോട്ട് ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇത് ഇനി സോൾവ് ചെയ്താൽ മ്യൂ മൈനസ് 45 പ്ലസ് 9 പ്ലസ് 18 നോട്ട് ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇവിടുന്ന് മ്യൂ മൈനസ് 18 നോട്ട് ഈക്വൽ ടു 0 എന്ന് വരും. അതിൽ നമുക്ക് എന്ത് കിട്ടി? മ്യൂ നോട്ട് ഈക്വൽ ടു 18 കിട്ടി. സോ ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. സോ അത് വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓപ്ഷൻ എ ആണുള്ളത്. ലാംഡ ഈക്വൽ ടു 17 മ്യൂ നോട്ട് ഈക്വൽ ടു 18 നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? റെഡി. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് സോൾവ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ നമുക്ക് കൂടുതലും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നോക്കിക്കേ ഈ ചോദ്യം. ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ x plus 2y minus 3y equal to 2 and 2x plus lambda y plus 5z equal to 5, then 14x plus 3y plus mu z equal to 33 has infinitely many solution. Then lambda plus mu, ലാംഡയുടെ മ്യൂവിന്റെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിച്ചിട്ട് ലാംഡ പ്ലസ് മ്യൂ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ എന്താ? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ നമ്മൾ എന്താ പഠിച്ചത്? കോഎഫിഷ്യന്റ് മെട്രിക്സും 0 ആയിരിക്കും. അതുപോലെ തന്നെ D1 ദെൻ D2 ദെൻ D3 ഇതിന്റെ മൂന്നിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. റെഡി? 0 ആണ്. അപ്പുറത്ത് കാണുന്നില്ല അല്ലേ? സോ
നമ്മൾ ഇവിടുത്തെ 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. സോ നമുക്ക് ചെയ്യാമല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഡി എടുക്കാം 0, ദെൻ D1 D2 D3 ഇതിലെ എല്ലാം 0 ആണ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് സോൾവ് ചെയ്യാം. സോ D = 0 എടുക്കാൻ പോയി കഴിഞ്ഞാൽ D ഒന്ന് നോക്കിയാൽ മക്കളെ, 1 2 -3 2 ലാംഡ 5 14 3 മ്യൂ. അപ്പോൾ D എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് 2 അൺനോൺസ് കയറി വരും. നോക്കിക്കേ, ലാംഡയും മ്യൂവും വരും. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലാംഡയും മ്യൂവും കൂടെ ചേർന്നൊക്കെ വരും. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, D = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കണ്ട. നമുക്ക് D1 D2 D3 = 0 എന്നുള്ള കണ്ടീഷൻ, ഇതിൽ ഏത് കണ്ടീഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ലാംഡന്റെ മ്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഞാനിവിടെ D3 = 0 എടുക്കുക. D3 = 0 എടുക്കുമ്പോൾ നമുക്കറിയാം ഈ കോളത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. എന്ത് വെച്ച്, 2 5 33 വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പം നമുക്ക് ഈ മ്യൂ എന്ന് പറഞ്ഞ അൺനോൺ അങ്ങ് പോയി കിട്ടില്ല, ലാംഡ എന്ന് പറഞ്ഞ അൺനോൺ അവിടെ നിന്ന് കിട്ടത്തില്ലേ. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, D3 എടുക്കാം. സോ D3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, D3 ഡിറ്റർമിനൻ്റ് എടുക്കുവാണ്, ഡയറക്റ്റ് ഡിറ്റർമിനൻ്റ് എടുക്കുവാണ്. സോ അപ്പം നമുക്ക് എന്ത് കിട്ടും, 1 2 14 1 2 14 കിട്ടും. ദെൻ നെക്സ്റ്റ് 2 ലാംഡ 3 കിട്ടും. ഓക്കെ, 2 ലാംഡ 3 കിട്ടും. നെക്സ്റ്റ് ഇത് -3 5 മ്യൂവിന് പകരം നമ്മൾ എന്ത് ചെയ്തു, D3 ആയതുകൊണ്ട് 2 5 33 വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. എന്ത് കിട്ടും, 2 5 33 വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തു. സോ ഇതെന്താണ്, =0, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ അല്ലേ. സോ ഇത് സോൾവ് ചെയ്താൽ ലാംഡയുടെ വാല്യൂ കിട്ടിയില്ലേ, കിട്ടും. സോ വേഗം ചെയ്തേ മക്കളെ. സോ നമുക്ക് എത്ര കിട്ടും, 1 × 33 ലാംഡ -15 -2 × 66 - 17 +2 × 6 - 14 ലാംഡ. ഇതൊക്കെ നിങ്ങൾ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 5 ലാംഡ -15 + 8 + 12 = 0 എന്ന് കിട്ടും. സോ ഇത് 5 ലാംഡ + 5 = 0 എന്ന് കിട്ടും. സോ ലാംഡ = -1. ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, -1 കിട്ടി. സോ ഇനി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇപ്പം ലാംഡയുടെ വാല്യൂ -1 കിട്ടി അല്ലേ. സോ ഇനി നിങ്ങൾക്ക് D = 0 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മ്യൂവിൻ്റെ വാല്യൂ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, എടുക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, റെഡി. സോ അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകണം, ഞാൻ ഇനി D = 0 എന്ന് തന്നെ എടുക്കുകയാണ് അല്ലേ. സോ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതിക്കുക മക്കളെ, കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതിക്കേ, D = 0 എന്നുള്ള രീതിയിൽ D എഴുതിക്കേ. D വരുമ്പോൾ എന്താ വരുന്നത്, ഇവിടെ 1 2 14, ഇത് എന്ത് വരും, 2 ലാംഡ 3, ലാംഡയുടെ വാല്യൂ ഇപ്പം നമുക്ക് കിട്ടി എത്രയാണ്, -1 അല്ലേ. സോ അപ്പോൾ 2 -1 3. ഓക്കെ, 2 അത് എഴുതിയില്ലല്ലോ, 1 2 14 2 -1 3. നെക്സ്റ്റ് എന്താണ് നമ്മുടെ കോളം, അടുത്തത് എന്താണ്, -3 5 മ്യൂ. ഓക്കെ, -3 5 മ്യൂ. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ കിട്ടും. സോ ഇത് 0 ആണ്. സോ ഇത് സോൾവ് ചെയ്താൽ 1 -മ്യൂ -15 -2 × 2 മ്യൂ -70 -3 × 6 + 14 = 0. So -5 മ്യൂ -15 + 140 -60 = 0 വരും. സോ 5 മ്യൂ = 65 എന്ന് കിട്ടും. സോ മ്യൂവിൻ്റെ വാല്യൂ എത്ര കിട്ടും, 30 എന്ന് കിട്ടും. സോ കിട്ടി. സോ നമുക്ക് വേണ്ടതാണ് ലാംഡ + മ്യൂ ആണ് വേണ്ടത്. ലാംഡയുടെ വാല്യൂ നമുക്ക് -1 കിട്ടും, മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് 13 കിട്ടും. സോ നമുക്ക് 12 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. സോ 12 ഈസ് ദ റൈറ്റ് ആൻസർ. പറയുന്ന മനസ്സിലാവുന്നുണ്ട് മക്കളെ, ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ചോദ്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് എന്താണ് സൊല്യൂഷൻ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് മനസ്സിലാക്കുക. സോ അതിന് സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, സൊല്യൂഷൻ ഇല്ലെങ്കിൽ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്. നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് ഷോർട്ട് കട്ട് ഉപയോഗിച്ചാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. സോ അപ്പം യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കറിയാം കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആവണം. ദെൻ D1 D2 D3 എല്ലാം യുണീക് ഒരു വാല്യൂസ് കിട്ടും. സോ എക്സ് ആണെങ്കിൽ D1/D ചെയ്യണം, ദെൻ വൈക്കാണ് D2/D, ഇസഡിനാണെങ്കിൽ D3/D എൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂസ് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് യുണീക് ആയിട്ടുള്ള എക്സ് വൈ ഇസഡ് വാല്യൂസ് കിട്ടും. ഇനി ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ D = 0, D1 = D2 = D3 = 0, അതെല്ലാം 0 ആയിരിക്കും. ഇനി നോ സൊല്യൂഷൻ ആണെങ്കിലോ D മാത്രം 0, D1 D2 D3 ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാൽ മതി, നോൺ 0 ആയാൽ മതി. റെഡി ആണല്ലോ. സോ അപ്പോൾ ഇതാണ് കണ്ടീഷൻ. സോ അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.